ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ച് മാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലെ ചില ഭീകര സംഘടനകൾ പാക് ഒക്കുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. അതായത് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളാണ് അവരുടെ സാധന സാമഗ്രികൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആ ഭീകര കേന്ദ്രങ്ങളുടെ ആസ്ഥാനം അവിടെ നിന്ന് മാറ്റുന്നത്. വളരെ പെട്ടെന്ന് ഇത്തരമൊരു നീക്കം നടത്തുന്നത് ഒട്ടും യാദൃശ്ചികമല്ല. എന്ന് പറഞ്ഞാൽ മെയ് 7-ാം തീയതി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയാക്കി. അത് മെയ് 10 ആയപ്പോഴേക്കും അത് അവസാനിപ്പിച്ചു. അന്നൊന്നും നടത്താത്ത പോലെയുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായ ചില പ്ലാനിങ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനെതിരായി നടപ്പാക്കാൻ പോകുന്നു. അതായത് പാക് ഒക്കുപ്പൈഡ് കശ്മീരിലുള്ള ഭീകര സംഘടനകൾ ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുവെന്ന് നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പാക് ഒക്കുപ്പൈഡ് കശ്മീരിന് നേരെ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു വമ്പൻ ആക്രമണം ഉണ്ടായേക്കാം. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും താൽക്കാലികമായി നിർത്തുക മാത്രമാണ് ചെയ്തതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദീൻ്റെയും ഒക്കെ ഭീകരർ നേരെ പോകുന്നത് ഖൈബർ പഖ്തൂൺഖ മേഖലയിലേക്കാണ്. ഖൈബർ പഖ്തൂൺഖ മേഖല എന്ന് പറയുന്നത് അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പാക് ഭീകരർ കടന്നു കയറുന്നു എന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഭീകരർക്ക് അഭയം നൽകുന്ന ഒരു മണ്ണായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറുന്നുണ്ടോ എന്നൊരു സംശയം. എന്നാൽ നേരത്തെ തന്നെ താലിബാൻ ഭരണകൂടം പറഞ്ഞിരുന്നത് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരവസരവും ഞങ്ങളുടെ മണ്ണിൽ ഒരുക്കി കൊടുക്കില്ല, പാകിസ്ഥാനെതിരായ പ്രത്യക്ഷ നിലപാട് തന്നെ സ്വീകരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതായത് അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ ഒരു എയർപോർട്ടുണ്ട്. ഈ എയർപോർട്ട് തങ്ങൾക്ക് വേണമെന്ന് അമേരിക്ക ഇപ്പോൾ അഫ്ഗാനിസ്ഥാനോട് അല്ലെങ്കിൽ താലിബാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ദക്ഷിണേഷ്യയിലെ ഞങ്ങളുടെ തന്ത്രപ്രധാന സ്ഥലമായിട്ട് ഈ എയർപോർട്ട് മാറ്റാൻ പോകുന്നു. മുമ്പ് ഈ പറയുന്ന അമേരിക്കയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറിയപ്പോഴാണ് താലിബാൻ ഈ എയർപോർട്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സ്വാധീനത്തിന് വഴങ്ങി അമേരിക്ക അഫ്ഗാനിസ്ഥാനിലും ചില കാര്യങ്ങൾ നടത്തുന്നു. ഇപ്പോൾ തൊട്ട് മുമ്പുണ്ടായൊരു സംഭവമുണ്ട്. സെപ്റ്റംബർ 14 ദുബായിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കുന്നു. ഇതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ജെയ്ഷെ മുഹമ്മദ് അവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് റൈഡ് നടത്തുന്നു. ഈ നടത്തുന്നതായിക്കോട്ടെ പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ നിന്നെത്തിയ ഖൈബർ പഖ്തൂൺഖ്വയിൽ മേഖലയിലേക്ക് എത്തിയ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരപ്രവർത്തകർ ചേർന്നിട്ടാണ്. ഇതിൽ അവരുടെ മുതിർന്ന നേതാവായ അബു മുഹമ്മദ് എന്ന മുലാന മുഫ്തി മസൂദ് ഇല്യാസ് കശ്മീരിയും പങ്കെടുത്തു. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു റൈഡ് നടക്കുമ്പോൾ അവിടെ M4 റൈഫിൾ പിടിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്ക് കാവൽ നിൽക്കുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെ സൈനികർ അല്ലെങ്കിൽ അവരുടെ ഭീകരവാദികൾ ഇവിടെ കാവൽ നിൽക്കുന്നു. അപ്പോൾ പട്ടാളം അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് ഇവിടുത്തെ സൈനിക ക്യാമ്പിന് എല്ലാ പിന്തുണയും നൽകുന്നു. സൈനിക ക്യാമ്പെന്ന് ഉദ്ദേശിച്ചത് ഭീകരരുടെ ക്യാമ്പുകൾക്കാണ്. ഈ ക്യാമ്പുകൾക്ക് വലിയ പിന്തുണ നൽകുന്നു. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പോലീസ് പട്രോളിങ്ങിൽ അല്ലെ പോലീസ് പിന്തുണയിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ മീറ്റിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ചില നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നു എന്നൊരർത്ഥമുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കൃത്യമായ ആക്രമണത്തിൻ്റെ അനന്തരഫലം ഇന്നും പാകിസ്ഥാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ പാകിസ്ഥാനിലെ ഭീകര തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയത്. ബഹവൽപൂരിലേക്ക്, മുരിദ്കയിലേക്ക്, മുസഫർ നഗറിലേക്ക് ഇങ്ങനെയുള്ള 9 ഭീകര കേന്ദ്രങ്ങളിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തുന്നു. അതും പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക്. രാവിലെ 5 മണിക്കും 6 മണിക്കും ഇടയിലാണ് ആക്രമണത്തിന് തീരുമാനിച്ചതെന്നും പിന്നീട് ഞങ്ങളത് മാറ്റുകയായിരുന്നെന്നും നമ്മുടെ ചീഫ് ഓഫ് അതായത് 3 സൈന്യത്തിൻ്റെയും കൂടെ മേധാവിയായ അനിൽ ചൗഹാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കാരണം അല്ലാത്ത ഒരു സമയത്ത് നമ്മൾ ആക്രമണം നടത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പള്ളിയിലേക്കും മറ്റും പോകാനിറങ്ങുന്ന പാകിസ്ഥാനിലെ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടും. അപ്പോൾ സിവിലിയൻസിനെ കൊലപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഒരു നീക്കം നടത്തിയെന്ന്
നമ്മുടെ സർവ്വസൈന്യാധിപൻ കൂടിയായ അനിൽ ചൗഹാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ഇവിടെ കൂട്ടി വായിക്കണം. അപ്പോൾ നമ്മൾ അന്ന് ആക്രമണം നടത്തിയപ്പോൾ കൃത്യമായിട്ട് അവരുടെ ഭീകര കേന്ദ്രങ്ങളെ തകർക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുന്നത് മുൻകാലത്ത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നമ്മൾ നടത്തിയ ആക്രമണം പൂർണ്ണമായും വിജയമായതുകൊണ്ട് മാത്രമല്ല, വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട്, കൃത്യമായ നീക്കത്തിൻ്റെ തന്നെയാണ് ഇപ്പോൾ ഈ ഭീകരകേന്ദ്രം മാറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമി പാക് ഒക്കുപ്പൈഡ് കശ്മീരിലുള്ള അവശേഷിക്കുന്ന ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നു എന്ന് പാകിസ്ഥാനും ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ, ലഷ്കർ ഇ തൊയ്ബയുടെയൊക്കെ തന്നെ ഭീകരന്മാരെ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തെയൊക്കെ തന്നെ സൈന്യത്തിൻ്റെ പാക് ഭരണകൂടത്തിൻ്റെ പിന്തുണയിൽ അവിടെ നിന്ന് ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പം അവിടേക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. കാരണം ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് പാകിസ്ഥാൻ ചില സൈനിക കരാറിലേക്ക് ഏർപ്പെടുന്നു. ഇതുപയോഗിച്ച് ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്താമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ കാലങ്ങളായിട്ട് നല്ല ബന്ധം വെച്ചു പുലർത്തുകയാണ്. ഇവിടെ ഇപ്പോൾ ഇസ്രായേലിനെ പേടിപ്പിക്കാൻ എന്ന നിലയിൽ ആണവായുധങ്ങൾ ലഭിക്കുമെന്ന് കരുതിയാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് കൂട്ടുകൂടുന്നത്. പാകിസ്ഥാനാണെങ്കിൽ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നത് കൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. ഇവിടെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ആർമി യൂണിഫോം ഇട്ട പട്ടാളക്കാർ തന്നെ പരിശീലിപ്പിക്കുന്ന ഭീകര കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ കൃത്യമായി ലക്ഷ്യം വെച്ച് നമ്മൾ ആക്രമണം നടത്തി. അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്ന മർക്കസ് സുബഹാന ക്യാമ്പ് ആസ്ഥാനവും തീവ്രവാദികളുടെ റിക്രൂട്ട് പരിശീലന കേന്ദ്രവും വളരെ കൃത്യമായിട്ട് നമ്മൾ ആക്രമിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അതായത് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനം എത്ര കൃത്യമായിട്ടാണ് നമ്മൾ നശിപ്പിച്ചത്. ഇനി പാകിസ്ഥാനിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള മർക്കസ് എന്ന് പറയുന്ന അവരുടെ മർക്കസ് തൊയ്ബ, അതായത് ഹാഫിസ് സെയ്ദ് നയിച്ച LETയുടെ ഒരു കേന്ദ്രമാണെന്ന് പറയാം. അപ്പോൾ ലഷ്കർ ഇ തൊയ്ബയിൽ ഹാഫിസ് സെയ്ദ് നയിച്ച ആ റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രവും നമ്മൾ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഹാഫിസ് സെയ്ദിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. 2008 മുംബൈ ആക്രമണ സമയത്തുൾപ്പെടെ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത വ്യക്തിയാണ്. കൂടാതെ ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്ത പലരും ഇവിടെ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. നമുക്കറിയാം മുംബൈയിൽ ഈ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബിനെയൊക്കെ നമ്മൾ നേരിട്ട് പിടിച്ച അയാൾ ഇവിടെയാണ് പരിശീലനം നടത്തിയത്. അങ്ങനെയുള്ള ഭീകരാക്രമണ ക്യാമ്പുകൾ തകർത്ത നമുക്ക് ഇനി POKയിൽ അവശേഷിക്കുന്ന ക്യാമ്പുകളെ കൂടെ തകർക്കാൻ വലിയ പ്രയാസമുണ്ടാകില്ല എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ്. എന്തായാലും ഈ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത്, അതായത് ഈ അഫ്ഗാൻ ബോർഡറിനോട് ചേർന്നുള്ള മേഖലയിലേക്ക് ഇപ്പോൾ ഈ ഭീകര സംഘടനകൾ കൂട്ടത്തോടെ മാറുന്നതിനെ വളരെ ഗൗരവമായിട്ട് കാണണം. കാരണം അഫ്ഗാനിസ്ഥാൻ്റെ യുദ്ധകാലം മുതൽ തന്നെ നിലവിലുള്ള ജിഹാദി സുരക്ഷിത താവളങ്ങൾ അവിടെയുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെ, തീവ്രവാദ സംഘടനകളെയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റാൻ ഇടയാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ നീക്കം, അതായത് ഇന്ത്യൻ ആർമിയുടെ നീക്കം പാക് ഒക്കുപ്പൈഡ് കശ്മീരിലെ അവശേഷിക്കുന്ന ഭീകര കേന്ദ്രങ്ങളെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഹിസ്ബുൾ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളിൽപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് അവിടെ വിട്ടു മാറുകയാണ്. ഈ പോകുന്നവർ ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് മാറുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം, നമ്മൾ ഏത് നിമിഷവും POKയെ ലക്ഷ്യം വെച്ച് ഒരു വമ്പൻ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇത് സംബന്ധിച്ചുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ കൃത്യമായിട്ട് പാകിസ്ഥാനും കിട്ടുന്നു. അതുകൊണ്ടാണ് പാക് ഭരണകൂടത്തിൻ്റെ, പാക് പട്ടാളത്തിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് തന്നെ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഒരു ഡ്രൈവ് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭീകരവാദികളെ രംഗത്തേക്ക് ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഭീകരവാദികളെ രംഗത്തേക്ക് ഇറക്കുന്നത് പോലീസുകാർ റൈഫിളും പിടിച്ച് കാവൽ നിന്നുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. എന്തായാലും ഇന്ത്യയുടെ നീക്കം വളരെ പെട്ടെന്നുണ്ടാകും. അതുപോലെ തന്നെ ഈ പാക് ഭീകരവാദികൾ അല്ലെങ്കിൽ ഈ പറയുന്ന POKയിൽ താമസിച്ചിരിക്കുന്ന ഭീകരവാദികൾ ഇപ്പോൾ എന്തിനാണ് സ്ഥലം മാറുന്നതിൻ്റെ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.